ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. കുറേ ആളുകൾ മെസ്സേജ് അയച്ച് സാറേ വീക്ക്ലി അനാലിസിസ് ഇതിലൂടെ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെൻ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അപ്പം ഇതുവരെയുള്ള സംഭവ വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ചെറിയ തിരുനാളം പ്രകാശം കണ്ടു തുടങ്ങുന്നു എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. നാളെ ഇനി അത് മാറി മറിയാം, അല്ലെങ്കിൽ രാത്രി മാറി മറിയാം. നിലവിലെ GCCയിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ വലിയ കുഴപ്പമില്ലായിരുന്നു. വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളായിരുന്നു. ഒരു സഹിക്കബിൾ അറ്റാക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എന്തൊക്കെയോ എവിടൊക്കെയോ ചെറിയ ഒരു ശാന്തതയുടെ ഒരു തിരുനാളം കാണുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മളിപ്പം ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ 2 ടാങ്കർ LPG ടാങ്കറുകൾ കടത്തി വിട്ടു. അപ്പം അതൊരു പോസിറ്റീവ് ട്രിഗറാണ്. അപ്പം നമുക്ക് LPGക്ക് കുറച്ച് ക്ഷാമം, കുറച്ച് ആശ്വാസം വരും. പിന്നെ ഇന്ത്യയുടെ ഒരു 30 കപ്പലുകളോളം വെയിറ്റിങ്ങിലാണ്. അപ്പം ഇന്ത്യൻ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ പോകാമെന്ന് അവരുടെ വിദേശകാര്യമന്ത്രി ഓൾറെഡി പറഞ്ഞു. അവരുടെ ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡറും പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചില ന്യൂസ് ചാനൽ പറയുന്നു ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടന്നുപോയി എന്ന് പറയുന്നു. ചിലർ പറയുന്നു വെയിറ്റിംഗ് ആണെന്ന് പറയുന്നു. ചിലർ പറയുന്നു ഇൻ പ്രോഗ്രസ് ആണെന്ന് പറയുന്നു. എനിവേ എന്തായാലും അത് കടക്കും എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ന്യൂസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോട്ടുള്ള ക്രൂഡിൻ്റെ ക്ഷാമം ഒരു പരിധി വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. നമുക്ക് ഓൾറെഡി സ്റ്റോറേജ് ഉണ്ടെങ്കിലും നമുക്ക് LPGക്കാണ് പ്രശ്നം. അപ്പോൾ ആ LPGയുടെ പ്രശ്നം ഇപ്പോൾ ഈ 2 ടാങ്കർ വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ നമുക്ക് ഓൾറെഡി അത് പരിഹരിക്കാൻ പറ്റും. പിന്നെ പുറകാലം വരുന്നതുകൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാം. എങ്കിലും ഒരു സ്മൂത്ത് ഫങ്ഷൻ പോകത്തില്ലെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് വലിയ ഒരു താൽക്കാലിക വിരാമമെങ്കിലും ആകും. അപ്പോൾ ഞാൻ ഇന്ന് ഇതൊക്കെ ചിന്തിച്ചപ്പോഴേ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം ഈ ഹോർമൂസിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഗ്ലോബലി മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഇറാൻ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ന്യൂസിൽ കേട്ടതാണ്, എങ്കിൽ ഞാനങ്ങ് പറയുകയാണ്. ഇറാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമേ ഹോർമൂസ് അടച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പോകുന്നതിന് തടസ്സമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ള കാര്യം അറിയത്തില്ല. എങ്കിലും ഇന്ത്യക്ക് തടസ്സമില്ലാതെ പോകാം എന്നാണ് ഇപ്പോൾ ഇതുവരെ വരുന്ന സൂചനകൾ. ഇനി നാളെ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അതിനിടയിൽ ഹോർമൂസിനെ പിടിച്ചടക്കാനുള്ളൊരു പ്ലാനുമായിട്ട് നമ്മളെ ട്രംപ് അണ്ണൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഹോർമൂസിനെ പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വളരെ വൈഡായിട്ടുള്ളൊരു റേഞ്ചാണത്. ആ റേഞ്ചിൽ അമേരിക്കയ്ക്ക് എത്രത്തോളം ആധിപത്യം പുലർത്താൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. അഥവാ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോവുകയാണെങ്കിലും അത് 1, 2, 3 ദിവസം കൊണ്ട് നമുക്കൊരിക്കലും അത് പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഒരു നീണ്ട പ്രോസസ്സായിരിക്കും അത്. അപ്പോൾ അതൊക്കെ അതിന് ടാലിയേഷൻ വരും. അപ്പം അത് എങ്ങനെ പരിഹരിക്കും എന്നൊക്കെ ഉള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ്. അപ്പം അതൊന്നും ഉടനെ പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പം ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു സമവായം ഏതെങ്കിലും സൈഡിൽ നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ഫർദറായിട്ട് മുന്നോട്ടുള്ളൊരു പോക്ക് നടക്കത്തുള്ളൂ. അപ്പം അതിനകത്തിൽ പിന്നെ കുറേ അനലിസ്റ്റുകൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻറ്റൻസിറ്റി കുറഞ്ഞതുകൊണ്ട് അവരുടെ വാർഹെഡിന് വളരെ കുറവ് സംഭവിച്ചേക്കുന്നു, അല്ലെങ്കിൽ സാധനം തീർന്നു പോയി എന്നൊക്കെ ഒരു പക്ഷം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കറക്റ്റ് കാര്യം നമ്മൾ ഈ വാർത്തകൾ വായിക്കുകയോ ന്യൂസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് വാർഹെഡിന് കുഴപ്പമൊന്നുമില്ല, സാധനങ്ങൾ അവരുടെ സ്റ്റോക്കുണ്ട്. പക്ഷേ ഇത് ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് പാഡുകൾ ഇല്ല എന്നുള്ളതാണ് അവരെ ഏറ്റവും കുഴക്കുന്നൊരു വിഷമം. കാരണം ആ ലോഞ്ച് പാഡുകളെല്ലാം ഓൾറെഡി ഇസ്രായേൽ അടിച്ചു കളഞ്ഞു. ഓക്കെ, അപ്പം ലോഞ്ച് പാഡുകൾ ഉണ്ടെങ്കിലല്ല ഈ സാധനം ലോഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനൊരു പ്രശ്നം അവർ നേരിടുന്നതായിട്ട് ഇങ്ങനെ പല ന്യൂസുകളിലും കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ കാര്യം അറിയത്തില്ല. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇനി എങ്ങനെയൊക്കെയാണ് സാമർത്ഥ്യം കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഞാൻ പകലൂടെ കിടന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഞാനീ പറയുന്നത് നിങ്ങൾ ആ ഒരു നല്ല രീതിയിൽ മാത്രമേ എടുക്കാവൂ. ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് മാർക്കറ്റിനെയും
പിന്നെ ഇപ്പോൾ നടക്കുന്ന ആനുകാലിക സംഭവത്തെയും കുറിച്ച് ഞാൻ ഒന്ന് ക്ലബ് ചെയ്ത് ഞാനിന്ന് ചിന്തിച്ചപ്പം ഇപ്പം നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ LPG ഭയങ്കരമായിട്ട് ക്ഷാമമാണ് അല്ലേ. LPG ഭയങ്കര ക്ഷാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷാമമാണ്. പല ഹോട്ടലുകളും അടച്ചു, ഫുഡുകൾ പല മെനുകളും വെട്ടിക്കുറച്ചു. 100-200 മെനു ഉള്ളതൊക്കെ വെറും 10-15 മെനു ആക്കി ഓരോ ഹോട്ടലുകാർ കുറച്ചു. കാരണം എന്താണ്? LPG എന്ന് പറയുമ്പം നമ്മളൊരു 90 കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ആനുകാലിക സംഭവമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബന്ധിപ്പിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അവസാനം പറയുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യം മനസ്സിലാവും. അപ്പം നമ്മൾ ആനുകാലിക സംഭവമായിട്ട് നമ്മളിതിനെ തട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 കാലഘട്ടങ്ങളിൽ, ഒരു 80-90 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മുഴുവൻ വിറകടുപ്പുകളായിരുന്നു അല്ലേ. ഗ്യാസ് എന്നൊക്കെ പറയുന്നത് വലിയ ആഡംബരക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന സാധനമായിരുന്നു ഗ്യാസ് അല്ലേ. അപ്പോൾ അന്ന് എല്ലാം മൊത്തം വിറകടുപ്പുകളായിരുന്നു അല്ലേ. അപ്പോൾ ആ വിറകടുപ്പുകളിൽ നിന്ന് മാറ്റി ആൾക്കാർ ബൈപ്പാസ് തേടിപ്പോയി, അല്ലെ പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, വിറകടുപ്പുകളുടെ ആ ഉപഭോഗം കുറച്ചുകൊണ്ട് ഗ്യാസിലോട്ട് പോയി അല്ലേ. അപ്പോൾ ഗ്യാസിലോട്ട് പോകുമ്പോൾ ഗ്യാസ് കുറച്ച് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല. എന്താണ്? പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അല്ലേ. കുറച്ച് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് വേണം? പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. ഞാൻ പറയുന്ന കാര്യം കുറച്ചെങ്കിലും പേർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം പാരമ്പര്യമായി അല്ല നമ്മൾ പണ്ട് തൊട്ടേ തുടർന്ന് വന്ന ഒരു കാര്യമുണ്ട്, വിറകടുപ്പ് അല്ലേ. പെട്ടെന്ന് വിറകടുപ്പിലോട്ട് മാറി. അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് സഹനം വേണം, കാത്തിരിക്കണം എന്നൊക്കെ ഉള്ളതിനെ മാറ്റി പെട്ടെന്ന് തന്നെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു. കാര്യങ്ങൾ പെട്ടെന്ന് നടന്നെങ്കിലും പെട്ടെന്ന് ഇതിന് ചെറിയൊരു മാറ്റം സംഭവിച്ചപ്പോൾ, പറയാൻ മനസ്സിലായോ? പെട്ടെന്ന് തന്നെ LPGക്ക് ഒരു ഷോർട്ടേജ് വന്നപ്പം, അല്ലെങ്കിൽ ഈ നിങ്ങൾ തേടിപ്പോയ ബൈപ്പാസിനെ, അല്ലെ പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി തേടിപ്പോയ സാധനത്തിന് ചെറിയൊരു ക്ഷതം സംഭവിച്ചപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ശരിക്കും ചിന്തിച്ച് നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞത് കുറച്ച് പേർക്ക് നിങ്ങൾ മനസ്സിലായി കാണും. നിങ്ങൾ ഒരു ബൈപ്പാസ് തേടി പോകുമ്പോൾ, അല്ലെ പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ തേടി പോകുമ്പോൾ, കാര്യങ്ങളിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ കുറവ് സംഭവിച്ചപ്പോൾ, അല്ലെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വ്യതിയാനം അതിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സംഗതികൾ, അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആനുകാലിക സംഭവം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ന്യൂസ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോഴും പണ്ട് വിറകടുപ്പ് പിന്തുടർന്ന് വന്നവർ ഇപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. വിറകടുപ്പ് ഉപയോഗിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. അവർ വളരെ കൂളായിട്ട് സാവധാനത്തെ പതുക്കെ ഉള്ള പ്രോഫിറ്റും കൊണ്ട്, ഉള്ള ലാഭം കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. LPG വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. LPG വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം വേണം. പക്ഷേ എല്ലാം എന്ത് വേണം? ആവശ്യത്തിനേ ആകാവൂ. അധികമായാൽ അമൃതും വിഷമെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഈ ആനുകാലിക സംഭവത്തോട് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ കിടന്നപ്പം ജസ്റ്റ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പാമ്പും പഴയത് തന്നെയാണ് നല്ലതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അധിക ആക്രാന്തത്തിന് പോകാതെ ന്യായമായ രീതിയിൽ നിങ്ങൾക്കത് കിട്ടുന്നത് വാങ്ങിച്ച് പോക്കറ്റിലിട്ട് മാന്യമായ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്ന് പഴയ്ക്കാം. ഇല്ല, അധികം ആക്രാന്തത്തിന് പോവുകയും ഇങ്ങനെയുള്ള ബൈപ്പാസ് തേടി പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. ഇനിയിപ്പോൾ ഈ LPG ഇത് റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും. എന്തായാലും 1-2 മാസമെങ്കിലും പിടിക്കും. ഈ പ്രശ്നങ്ങൾ, ഈ യുദ്ധമൊക്കെ തീർന്നാലും പിന്നെയും 1-2 ആഴ്ച കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതെന്താ വരത്തുള്ളൂ, ഒരു നോർമൽ സ്റ്റേജിലോട്ട് വരത്തുള്ളൂ. അതുവരെ അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ കാത്തിരിക്കണം. നമുക്ക് ഈ സാധനം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ വീണ്ടും പഴയയിടത്തോട്ട് പോകുമ്പോൾ നമ്മൾ അടുപ്പൊക്കെ തപ്പണം, അടുപ്പ് കാണത്തില്ല. അപ്പോൾ പിന്നെ ഈ സാധനം മേടിക്കാൻ നടക്കണം, പല പ്രശ്നങ്ങളായിരിക്കും. പിന്നെ അത്രയും സ്ഥലങ്ങളുണ്ടാക്കാൻ നടക്കണം. ഇപ്പോൾ ഈ മറ്റേതെല്ലാം കോമ്പാക്റ്റ് ആയിരുന്നു അല്ലേ. എല്ലാം വളരെ ചെറിയ ഏരിയയിൽ തന്നെ ഗ്യാസ് സ്റ്റൗകൾ വെച്ച് കാര്യങ്ങൾ നടത്തുമായിരുന്നു. പക്ഷേ വിറകടുപ്പ് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് വൈഡ് ഏരിയ വേണം അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലം തപ്പി ഓടാം. ഇതെല്ലാം ഇടിച്ചു പൊളിച്ചായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പം പെട്ടെന്ന് പഴയതിലോട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി എന്ന്
വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചാർട്ടിലോട്ടൊന്ന് വരാം. ചാർട്ട് ഞാൻ ഇന്ന് മൊത്തത്തിലൊന്ന് അഴിച്ചു പറക്കാനാണ് താല്പര്യപ്പെടുന്നത്. മൊത്തത്തിലൊന്ന് അഴിച്ചു പറക്കി ചിലപ്പോൾ ഇച്ചിരി സമയം ഒന്ന് മുന്നോട്ട് പോകും. എങ്കിലും നിങ്ങൾക്ക് പഠനാർത്ഥം ഞാൻ മൊത്തം ചാർട്ടൊന്ന് അഴിച്ചു പറക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് മെയിൻ ലെവലുകൾ മാത്രം വരയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് വലിയ വലിയ ലെവലുകൾ അല്ലെങ്കിൽ ഇൻട്രാഡേ നമുക്ക് വരയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ലൈവായിട്ട് നമുക്ക് അന്നേരം നമുക്ക് ഓരോ ലെവലുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ ഇതങ്ങ് കളയാം. നമുക്ക് ഡേയിലോട്ട് ആദ്യം വരാം. ഡേയിലോട്ട് നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധക്കേട് വരും. ഇതൊന്നും നമുക്ക് പറ്റുകയില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കളയാം. ഇതൊന്നും വേണ്ട, എല്ലാം മൊത്തത്തിൽ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. വെരി ബ്ലാങ്കായി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നമ്മുടെ മനസ്സിൽ കുറച്ച് ലെവലുകളുണ്ട് ഇല്ലേ. നമ്മുടെ മനസ്സിൽ നമുക്ക് കുറച്ച് ലെവലുകളുണ്ട്. ആ ലെവലുകൾ നമ്മൾക്ക് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പം ആദ്യം ആ ലെവലുകൾ മാർക്ക് ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള ആദ്യത്തെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു 23,800 എന്ന് പറയുന്നൊരു ലെവലാണ് നമുക്കുള്ളത് അല്ലേ. ഇച്ചിരി വലുതാക്കി കാണിക്കാം. ഈ താഴത്തെ ട്രെൻഡ് ലൈൻ നമുക്കൊന്ന് വരച്ചിട്ടേക്കാം. താഴത്തെ നമ്മൾ നേരത്തെ വരച്ചിട്ടേക്കുന്നതല്ലേ. ഇതാണ് നമ്മുടെ താഴത്തെ ട്രെൻഡ് ലൈൻ ഇല്ലേ. ഇത് നമുക്ക് കോപ്പി ചെയ്ത് ഇതങ്ങനെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നോക്കാനുള്ള ലെവലെന്ന് പറഞ്ഞാൽ നമ്മുടെ മനപ്പാടമായിട്ടുള്ള നമുക്ക് കുറച്ച് ലെവലുകളുണ്ട്. ഏതാണ് ഒരു ലെവല്? 23,800 ഇല്ലേ. 23,800 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്കുണ്ട് അല്ലേ. അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. 23,800 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം വന്ന് മേജറായിട്ട് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ് 23,800 എന്ന് പറയുന്നൊരു ലെവൽ അല്ലേ. പിന്നെ നമുക്കുള്ളത് 23,800 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 23,500 ഉള്ളത് അല്ലേ. 23,500 എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. 23,500 23,800 ഡേ ക്യാൻഡിലാണ് നമ്മൾ വരയ്ക്കുന്നത്. 23,800 23,500 പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച ഒരു ലൈനുണ്ട്. എത്രയാണ്? 23,225 എന്ന് പറഞ്ഞൊരു ലൈനുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊക്കെ എനിക്ക് കാണാപ്പാടായാണ് ഞാൻ ഈ പറയുന്നത്. ഞാനത് കൃത്യമായിട്ട് തന്നെ മനസ്സിലുണ്ട്. 23,225 ഇല്ലേ. 23,225. അടുത്തത് എത്രയാണ്? നമുക്ക് പിന്നുള്ളത് 23,000 അല്ലേ. 23,000. ഓക്കെ, ഇത്രയും ലെവലാണ് നിലവിൽ നമുക്ക് ഇപ്പം ഉള്ളത്. നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ മുതലേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3-4 ലെവലാണ് നമ്മുടെ കയ്യിലുള്ളത്. 23,800 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളോട്ട് നമ്മൾ 24,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഇൻട്രാഡേ ലെവലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. മാർക്കറ്റ് ഏത് സൈഡിലോട്ട് പോയാലും താഴത്തോട്ട് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും വരവ്. പക്ഷേ മുകളോട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 400, 500, 600 പോയിൻ്റൊക്കെ ചിലപ്പോൾ ഒറ്റ ദിവസം തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ വരയ്ക്കാനുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ലെവൽ ഇവിടെ കാണാനുള്ളത്. എനിക്ക് കാണാൻ പറ്റുന്ന ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലാണ്. ഈ ലെവൽ പല പ്രാവശ്യം വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് 22,770 റേഞ്ചിലുള്ളൊരു ലൈനാണ്. കാരണം എന്താണ്? ഞാനത് വരച്ചത് കാണിക്കാം. എന്തുകൊണ്ടാണ് വരച്ചത് ഞാനത് കാണിക്കാം, നിങ്ങളെ കാണിക്കാം. ഈ ലൈനിങ്ങിന് അടുത്തിരിക്കുന്ന ഒരു ഡേ ക്യാൻഡിലാണ് കേട്ടോ. ചെറിയ ഇതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കേ, 22 നമ്മളിപ്പോൾ എത്ര 22,750 ആക്കാം. നമുക്കത് 752 നടക്കുന്നത്, 750 ആക്കാം. 22,750. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ആ ലൈൻ സെലക്ട് ചെയ്തത്? എന്താണ് സെലക്ട് ചെയ്തത്? നോക്കിക്കേ, പല പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അല്ലേ. 1, 2, പിന്നെ ഇവിടെ പോയിട്ട് ഇവിടെ നിന്ന് 3, പിന്നെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ ഒക്കെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്ത ഒരു ലൈനാണ് ഏത്? ഈ പറയുന്ന 23,800
22,750. അപ്പോൾ നമുക്കിവിടെ താഴെ പുതിയൊരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ നമുക്കിനി നോക്കാം, അടുത്തത് ഇനി എങ്ങോട്ടാണ് വരുന്നതെന്നുള്ളത്. ട്രെൻഡ് ലൈനൊക്കെ കടന്നു കഴിഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞു, സോറി. അപ്പോൾ നമുക്ക് ഈ മെയിനായിട്ടുള്ള സപ്പോർട്ടുകൾ പൊട്ടിച്ച് ഇനി താഴെ നമുക്കുള്ള ഒരു മേജർ സപ്പോർട്ടാണ് ഈ പറയുന്ന 22,750. പിന്നെ നമുക്കൊരു മെയിൻ ബോട്ടം നമുക്ക് വരച്ചിടാം. ഏറ്റവും ലോവസ്റ്റ് ബോട്ടം എന്ന് പറയുന്ന ഈ ലൈനാണ് 21,742. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലെവലാണ്. ഈ ലെവൽ എന്ന് പറയുന്നത് 22,523 22,500 വേണം. നമുക്കത് സൈക്കോളജിക്കലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും വരച്ചിട്ടേക്കാം. 22,502 ആണ്. 22,500 ആക്കാം. 22,500. ഓക്കെ. അപ്പം നിലവിലത്തെ അവസ്ഥയിൽ ഇത്രയും ലെവലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ. ഇൻട്രാഡേ ലെവലുകളൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇനിയിപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 22,151 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 23,000 അല്ല 22,750, 22,500. ഓക്കെ. ഇത്രയും പോയിൻറ്റുകളാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. പിന്നെ അവിടുന്ന് പൊട്ടുവാണെങ്കിൽ പിന്നെ 21,742. ഇതാണ് താഴോട്ടുള്ള ലെവലുകൾ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറുവാണെങ്കിൽ മാത്രം നമുക്ക് ഫർദറായിട്ട് മുകളിലോട്ടുള്ള വരയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ പറയുന്ന ഇത് കൃത്യമായിട്ടൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് ഈ റേഞ്ച് ഒരു വര ഇവിടെ വരച്ചിട്ടേക്കാം. എങ്ങാനും കയറിപ്പോയാലോ, ഈ ഒരു പോയിൻ്റ് ഓക്കെ. ഈ ഒരു പോയിൻ്റ് കൂടെ അവിടെ കടന്നോട്ടെ. തൽക്കാലം 24,339 40 ആക്കാം. 24,340. ഓക്കെ. തൽക്കാലം അത്രയും അവിടെ നിൽക്കട്ടെ. വേറെ കൂടുതലൊന്നും വേണ്ട. ഈ ലെവലുകൾ മൊത്തം വരച്ചിടുക. വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല ഇവിടെ. ഓക്കെ. ഈ ലെവലുകൾ നോക്കുക. അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഇൻട്രാഡേ ലെവലുകൾ എന്തെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നോക്കാം. തൽക്കാലം ഇപ്പം ജസ്റ്റ് ഇൻട്രാഡേയിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഇൻട്രാഡേയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവലുകൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. വേറെ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ലെവലുകൾ ഇവിടെ ഓൾറെഡി റെഡിയാണ്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ കാര്യം പറയാൻ. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ഒരു 10% മുകളിൽ നമുക്കൊരു കറക്ഷൻ കിട്ടിയേക്കാണ്. അപ്പോൾ ഇനി ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുകയില്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മാർക്കറ്റിന് ബേസിക്കായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വിടിയുന്നത് നമ്മുടേതായിട്ടുള്ള കാരണം കൊണ്ടല്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നിലവിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലെവലിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ. നമ്മുടെ കാരണം കൊണ്ടോ അല്ല നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. നമ്മുടെ GDP നല്ല രീതിയിലാണ് ഫോർകാസ്റ്റ് വന്നേക്കുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ GST കളക്ഷൻസ് പഴയതിനേക്കാളൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വന്ന ക്വാർട്ടർ റിസൾട്ടുകൾ, Q3 റിസൾട്ടുകൾ നല്ല ഗംഭീര റിസൾട്ടുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. പക്ഷേങ്കിൽ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട്, ഗ്ലോബലി ഉള്ള പ്രശ്നം കൊണ്ടാണ് മാർക്കറ്റ് ഇടിഞ്ഞേക്കുന്നത്. അപ്പോൾ ഗ്ലോബലി ഉള്ള പ്രശ്നം സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് തിരിച്ച് പറക്കാൻ പഴയ ഓൾ ടൈം ഹൈയിലെത്താനൊന്നും അധിക ദൂരമൊന്നുമില്ല, അധിക സമയമൊന്നും വേണ്ട. ഓക്കെ. ഏതെങ്കിലും രീതിയിൽ യുദ്ധം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് 5% കയറാൻ ഒരു ഇതുമില്ല. 5%, 10, 5% കയറാൻ വലിയ വിഷയമുള്ള കാര്യമാണ്. 1,000, 900 പോയിൻ്റ്, 1000 പോയിൻ്റ്, 700 പോയിൻ്റ് കയറാൻ വലിയ വിഷയമുള്ള കാര്യമല്ല. കാരണം എന്താണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പ്രശ്നം മുഴുവൻ ഗ്ലോബലാണ്. ആ ഗ്ലോബലിലെ പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് പറക്കും. ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അല്ല നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള വരവിന് കുറച്ച് ഇൻറ്റൻസിറ്റി കുറയും. എന്തായാലും പതുക്കെ മാത്രമേ താഴോട്ട് വരത്തുള്ളൂ. മാർക്കറ്റ് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും. അല്ല പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പറന്ന് കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം എന്താണ്, നമ്മുടേതായിട്ടുള്ള പ്രശ്നം കൊണ്ടല്ലാത്തത് കൊണ്ട് തിരിച്ചു കയറും. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ പുതിയ വരകളൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഈ വരയ്ക്കൊന്നും മാറ്റമില്ല. ഈ വരയൊക്കെ അങ്ങനെ തന്നെയാണ്. 53,589. നമുക്ക് പുതിയ വര വല്ലതും
ബാങ്ക് നിഫ്റ്റിക്ക് താഴോട്ട് വരുവാണെങ്കിൽ വരയ്ക്കാനുണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ്. ബാങ്ക് നിഫ്റ്റിക്ക് താഴോട്ട് നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈനാണ്. ഇനി അടുത്ത ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടുത്തൊരു വര. 51,938 ആ ഒരു വര മതി തൽക്കാലം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ 51,938 ഇപ്പം നിലവിൽ നിൽക്കുന്നത് 53 2000 പോയിൻറ്റിന് താഴെയാണ് വരച്ചേക്കുന്നത്. 53.2 ഓക്കെ. പോരാ, ഒരെണ്ണം ഒരു വരയുടെ വേണ്ടി വരും അല്ലേ, ഒരു വരയുടെ വേണ്ടി വരും. അതുകൊണ്ട് ഇതാണ് അടുത്തൊരു വര എന്ന് പറയാനുള്ളത്. പക്ഷെ അത് ഇൻട്രാഡേ ലെവലല്ല, അല്ലാത്ത ലെവലാണ്. ഇതാണ് അടുത്തൊരു ലെവൽ 50,343. അപ്പോൾ തൽക്കാലം അത്രയും ലൈൻ മതി. ഓക്കെ, ഈ ലൈൻ ഇവിടെ നിൽക്കട്ടെ. തൽക്കാലം ഡേ വൈസിലാണ് വരയ്ക്കുന്നത്, ഇൻട്രാഡേ വൈസിലല്ല. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ വര ഈ ബാങ്ക് നിഫ്റ്റിയിൽ 53,757, 51,938, 50,340. ഇന്ന് നമ്മൾ സെൻസെക്സ് കൂടെ നോക്കും കേട്ടോ. പലരും സെൻസെക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് മിഡ് ക്യാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം. മിഡ് ക്യാപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വര വരച്ചിട്ടുണ്ട് നമ്മൾ. മിഡ് ക്യാപ്പിൽ നമ്മൾ വരയ്ക്കാനൊന്നുമില്ല, വരകൾ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. 12,458, 12,296, 12,000 വര കിടപ്പുണ്ട്. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇവിടെ മിഡ് ക്യാപ്പിൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സെൻസെക്സ് ഒന്ന് നോക്കാം. സെൻസെക്സ് ധാരാളം ആൾക്കാർ സെൻസെക്സിൻ്റെ കാര്യം പറയും. സെൻസെക്സ് ഞാൻ ഓൾറെഡി വരച്ചിട്ടേക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടവരെ നിങ്ങൾ ഈ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടുക. 73,625. നമുക്ക് ഏറ്റവും താഴെയുള്ള ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71,383. 71,383. ഇത് നിങ്ങൾ ഇൻട്രാഡേ വൈസിൽ ഡേ വൈസിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. സെൻസെക്സിൽ ട്രേഡ് ചെയ്താൽ ധാരാളം പേര് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചായിരുന്നു സെൻസെക്സിൻ്റെ ലെവലുകളുടെ സാറേ ഒന്ന് പറയണമേ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. പിന്നെ നമുക്ക് ഇൻട്രാഡേ വൈസിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലെവലുകൾ നമുക്ക് അന്നേരം നോക്കാം. എന്തായാലും ഒരു മേജർ ലെവലുകളാണ് ഈ കാണുന്ന ഡേ വൈസിൽ ഉള്ള ലെവലുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പിന്നെ വീക്കിലി അനാലിസിസിനെ പറ്റി പറയാൻ. എങ്ങോട്ട് പോയാലും മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അച്ചടക്കത്തോടുകൂടെ, ആക്രാന്തമില്ലാതെ അച്ചടക്കത്തോടുകൂടെ നിങ്ങൾ പതിയെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ല, കൈവിട്ട കളിക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും, നിങ്ങൾ മാർക്കറ്റിൽ കാണത്തില്ല. അപ്പോൾ നമ്മുടെ മുദ്രാവാക്യം എന്താണ്? മാർക്കറ്റ് നാളെ ഇവിടെ ഉണ്ട്. നാളെ നമ്മൾ മാർക്കറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിതത്വം പാലിക്കണം, ന്യായം പാലിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.